നമസ്തേ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വിഭവം പോർക്ക് അഡോബയാണ്. ഇത് ചൈനീസ് ആൻഡ് സ്പാനിഷ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിപ്പിനോ ഡിഷാണ്. അഡോബോ എന്നാൽ മാരിനേറ്റ് പിക്ലിംഗ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ കറി ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കും. ഇത് അപ്പം, ബ്രെഡ്, നാൻ, കപ്പ ഇവയോടെല്ലാം ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ നല്ല നെയ്യുള്ള പോർക്ക് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളോ ചെറിയ കഷ്ണങ്ങളോ ആയിട്ട് കട്ട് ചെയ്യാം. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർകോൺ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുവാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് വിനീഗർ, ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, പിന്നെ അതിലേക്ക് ഒരു ബേ ലീഫ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ബേ ലീഫാണ് ചേർത്തിരിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ബേ ലീഫും ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ സബോള, ഒരു വലിയ കുടം വെളുത്തുള്ളി ഇതെല്ലാം എടുത്തു വെക്കാം. സബോള നീളത്തിലരിഞ്ഞും വെളുത്തുള്ളി റഫായിട്ട് ചോപ്പ് ചെയ്തും നമുക്ക് എടുത്തു വെക്കാം. ഇനി ചുവടുകട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിന്റെ പീസസ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാനായിട്ട് ഓരോ പീസസും അതിന്റെ ലിക്വിഡ് എല്ലാം മാറ്റിയ ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പോർക്കെല്ലാം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് കോരി ഒരു ബൗളിലേക്കാക്കി വെക്കാം. ബാക്കിയുള്ള പോർക്കിന്റെ പീസസും അതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കട്ടിയുള്ള 1-ാം പാലും 2-ാം പാലും 3-ാം പാലും 2 ബൗളിലാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കോലവും 1/2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ഒരു കിഴി കെട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കറി ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ ഇട്ട് വെക്കാനായിട്ടാണത്. ഇനി പോർക്ക് ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വഴന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കിന്റെ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ആക്കി വെക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സോയാ സോസും മറ്റും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പോർക്ക് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് 2-ാം പാലും 3-ാം പാലും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. കൂടെ ആ കിഴി കെട്ടി വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇത് സമയമെടുത്ത് വേവിക്കേണ്ട ഒരു കറിയാണ്.
സ്ലോ കുക്കിംഗ് മെത്തേഡാണ് ഇതിനാവശ്യം. കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം പോർക്ക് വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഷുഗർ അല്ലെങ്കിൽ ജാഗരി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്താലും മതി. പോർക്കിലെ നെയ്യെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വെള്ളമയം കൂടെ അതിലുണ്ട്. അതൊന്ന് പറ്റിച്ചെടുക്കുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കറിക്ക് ഇപ്പോൾ നല്ലൊരു നിറമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് 1 പാൽ ചേർത്ത് മീഡിയം തീയിൽ നമുക്കൊന്ന് നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കാം. 1 പാൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറിക്ക് ഒരു ക്രീമി ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.